രാജകുമാരി മരിയാന. ഒരിക്കൽ ഒരിടത്തൊരു രാജാവ് ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരു ദുഷ്ടനായ യോദ്ധാവ് രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി രാജ്യം കൈപ്പിടിയിലാക്കി. പരാജയപ്പെട്ട രാജാവിനെ അയാൾ ജയിലിലടച്ചു. നിർഭാഗ്യവശാൽ പരിക്കേറ്റ രാജാവ് താമസിയാതെ മരണമടഞ്ഞു. ഭാഗ്യവശാൽ രാജ്ഞി രക്ഷപ്പെട്ടു. അവൾ തന്റെ കുഞ്ഞുമക്കളെ കൈകളിൽ ചുമന്ന് അടുത്തുള്ള വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. താമസിയാതെ അവൾ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞു. അവൾ ഉറക്കെ പറഞ്ഞു, ഓ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ഇവിടം വളരെ തണുത്തതും ഇരുണ്ടതുമാണ്. ഞാൻ ഇവിടെ നിന്ന് എവിടെ പോകും? മുന്നോട്ട് പോകുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. അങ്ങനെ രാജ്ഞി മുന്നോട്ട് നടന്നു. വളരെ കഴിഞ്ഞ് അവൾ ഒരു ചെറിയ കുടിലിൽ കണ്ടെത്തി. അവൾ മുന്നോട്ടു പോയി വാതിലിൽ മുട്ടി. ഒരു കുള്ളൻ വന്ന് വാതിൽ തുറന്നു. നിർഭാഗ്യവശാൽ അവൾ ആകെ അവശതയിലായിരുന്നു. എന്തെങ്കിലും വിശദീകരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ കുള്ളനെ ഏൽപ്പിച്ചതിന് ശേഷം അവൾ തളർന്നു വീണു മരിച്ചു. ദയാലുവായ കുള്ളൻ സഹതാപം കാണിക്കുകയും ചെറിയ പെൺകുട്ടിയെ സ്വന്തം കുട്ടി എന്ന മട്ടിൽ വളർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ അമ്മ അവളെ കുടിയിലേക്ക് കൊണ്ടുവന്ന ദിവസം അവൾ ഒരു ഹൃദയാകൃതിയിലുള്ള സ്വർണ്ണ ലോക്കറ്റും അതിനുള്ളിൽ വജ്രത്തിലുള്ള M എന്ന അക്ഷരവും അതിന്മേൽ ഒരു കിരീടവും വെച്ചതിനാൽ അവൾക്ക് മരിയാന എന്ന് പേരിട്ടു. മരിയാന ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. 17 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പ്രഭാതത്തിൽ ഒരു ചെറിയ മഞ്ഞ പക്ഷി അവരുടെ വീട്ടിലേക്ക് പറന്നു വന്നു. കുള്ളന് ഒരു കത്ത് സമ്മാനിച്ചു. ഇതെവിടുന്നാണ്? ഇത് രാജ്യത്തെ ചക്രവർത്തിയിൽ നിന്നുള്ള കത്താണ്. ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം മനുഷ്യരെ അവിടെ അനുവദിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ എങ്ങനെ ഇവിടെ ഉപേക്ഷിക്കാനാകും? വിഷമിക്കണ്ട. രോഗശാന്തിയുടെ വെള്ളത്തിന്റെ ഒരു സ്ഫടിക ഫ്ലാസ്ക് എനിക്ക് തരൂ. നിങ്ങൾ മടങ്ങി വരുന്ന സമയം വരെ ഞാൻ ഈ ലോകത്തെ പര്യവേക്ഷണം ചെയ്യും. ഈ ലോകത്തിന്റെ അർത്ഥമോ എന്റെ അമ്മയുടെ ചരിത്രമോ എന്നോട് പറയാൻ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയേക്കാം. നിറഞ്ഞ ഹൃദയത്തോടെ കുള്ളൻ സമ്മതിച്ചു. ഫ്ലാസ്ക് നൽകിയതിനു ശേഷം കുള്ളൻ അവിടെ നിന്നും പോയി. മരിയാന ചുറ്റിക്കറങ്ങാനായി പുറപ്പെട്ടു. മരിയാന വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും പോയി. അവിടെ ധനികരും ദരിദ്രരും നിസ്സഹായരുമായ രോഗികളുമുണ്ടായിരുന്നു. അനേകം ആളുകൾ അവിടെ കണ്ടുമുട്ടി. അവരോട് സഹതാപം കാണിക്കുകയും ചെയ്തു. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വെള്ളത്തിലൂടെ എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും അവളുടെ ലോകത്തിന് ചുറ്റുമുള്ള രഹസ്യം പരിഹരിക്കപ്പെടാതിരുന്നു. ഒരു ദിവസം മരിയാന ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ, ദയവായി എന്നോടൊപ്പം വരൂ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. മരിയാന അവരെ ഒരു കുഗ്രാമത്തിലേക്ക് പിന്തുടർന്നു. അവിടെ ഒരു കുടിലിൽ കട്ടിലിൽ സുന്ദരിയായ ഒരു കർഷക പെൺകുട്ടി കിടക്കുകയായിരുന്നു. അവൾ പനി ബാധിച്ചു മരിക്കും. അവളെ ഒന്ന് സുഖപ്പെടുത്തണം. എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് രോഗശാന്തിയുടെ വെള്ളത്താൽ അവൾ പെൺകുട്ടിയെ സ്പർശിച്ചു. തൽക്ഷണം കർഷക പെൺകുട്ടിക്ക് സുഖം പ്രാപിച്ചു. എണീറ്റു. നന്ദി, നിങ്ങൾ വളരെ ദയാലുവാണ്. ഞാൻ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മരിയാന പക്ഷിയുടെ മങ്ങിയ ചിരി ശബ്ദം കേട്ടു. അവൾ ആ ദിശയിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ മഞ്ഞ പക്ഷി ചൂളയിൽ കുതിക്കുന്നത് കണ്ടു. ദയനീയമായി കരയുന്നത് അവൾ കണ്ടു. മഞ്ഞ പക്ഷിയാണ് അച്ഛന് സന്ദേശം എത്തിച്ചത്. അവൾ കുനിഞ്ഞു അതിനെ അവളുടെ കയ്യിലെടുത്തു. പാവം ചെറിയ പക്ഷി, എന്തിനാണ് കരയുന്നത്? ആരെങ്കിലും ഉപദ്രവിച്ചോ? പക്ഷേ പക്ഷി ഒരു ചെറിയ നിലവിളി മാത്രമാണ് ഉച്ചരിക്കുന്നത്. ഞാൻ ഇന്നലെ അതിനെ കണ്ടെത്തി. അതിന്റെ ചിറക് തകർന്നതായി തോന്നുന്നു. പക്ഷിക്കുഞ്ഞെ ഞാൻ സുഖപ്പെടുത്തും. അപ്പോൾ മരിയാന പക്ഷിയുടെ മുറിവറ്റ ചിറകിൽ രോഗശാന്തി വെള്ളത്താൽ സ്പർശിച്ചു. അവൾ അങ്ങനെ ചെയ്തതും മഞ്ഞ പക്ഷി ചിറകുകൾ സന്തോഷത്തോടെ പറത്തി. ഓ മഞ്ഞപ്പക്ഷി, നീ നല്ല സുന്ദരിയാണ്. മഞ്ഞ പക്ഷി അവളുടെ തോളിലിരുന്നു ഒപ്പം പോകാൻ തീരുമാനിച്ചു. താമസിയാതെ മരിയാന വയലുകളും ചെറിയ കുന്നുകളും മരങ്ങളാൽ അതിർത്തികളുള്ള നദികളിലും എത്തി. മരങ്ങൾ നിറയെ
നല്ല പൂക്കളുമുണ്ടായിരുന്നു. പ്രദേശം മുഴുവനും സുഗന്ധത്താൽ നിറഞ്ഞു. ഈ സ്ഥലം വളരെ ആശ്വാസകരമാണ്. മറിയാന അറിയാത്ത ഇതവളുടെ പിതാവിന്റെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. മറിയാന കാട്ടിലായിരുന്നപ്പോൾ ദുഷ്ടനായ കുലീനൻ മരിച്ചു. ക്രൂരനായ സഹോദരൻ ഗാരബീനെയും രാജ്യത്തിന്റെ ചുമതലയുള്ള കൊച്ചുമകനായ ഡിസയറിനെയും ഉപേക്ഷിച്ചു. എന്നാൽ രാജകുമാരൻ ഒരു നാൾ സിംഹാസനം വിട്ടുകൊടുക്കാൻ നിർബന്ധിതനാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് രാജകുമാരന് 20 വയസ്സ് തികഞ്ഞപ്പോൾ ഗാരബിൻ അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജനങ്ങളുടെ ക്രോധത്തെ ഭയപ്പെട്ടതിനാൽ അത് തന്ത്രപൂർവം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. അദ്ദേഹം ഒരു പദ്ധതി ഒരുക്കി. അതിനാൽ ഗാരബിൻ ഒരു ജാലവിദ്യക്കാരന്റെ അടുത്ത് ചെന്നു തന്റെ ഉദ്ദേശം പറഞ്ഞു. ഒരു മരുന്നിനും ഒരിക്കലും സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു നിഗൂഢമായ രോഗം അവന് ബാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാന്ത്രികൻ തലയാട്ടി ക്രൂരമായി ചിരിച്ചു. തൽഫലമായി ഡിസയർ ദുർബലനുമായി തീർന്നപ്പോൾ പതുക്കെ മരിക്കുന്നതായി കണ്ടു. ഒരു ദിവസം കാസിൽ ഗാർഡിന്റെ ക്യാപ്റ്റൻ ഗാരബിന്റെ അടുത്തെത്തി. രോഗശാന്തി സമ്മാനം നൽകുന്ന മരിയാന എന്ന പെൺകുട്ടി ഈ രാജ്യത്തിലെത്തി. ഒരുപക്ഷെ രാജകുമാരനെ രക്ഷിക്കാൻ നമ്മൾ അവളുടെ സഹായം തേടണം. മനസ്സില്ലാ മനസ്സോടെ ഗാരബിൻ സമ്മതിച്ചു. മാരിയാനയെയും തോളിലിരിക്കുന്ന മഞ്ഞപ്പക്ഷിയെയും 2 കാവൽക്കാർ അകത്തേക്ക് നയിച്ചു. അവളുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ ലോക്കറ്റ് തൽക്ഷണം ഗാരബിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കിരീടാഭരണങ്ങളിലൊന്നായി അദ്ദേഹം അതിനെ തൽക്ഷണം തിരിച്ചറിഞ്ഞു. അതിനാൽ കാണാതായ രാജകുമാരിയും രാജ്യത്തിന്റെ ശരിയായ രാജ്ഞിയും മാരിയാന ആയിരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അറിയാതെ ഞെട്ടിപ്പോയി. മരിയാന രാജകുമാരനെ സഹായിക്കാൻ ഞാൻ വിസമ്മതിച്ചാൽ അതെല്ലാവർക്കും സംശയം ജനിപ്പിക്കും. രാജകുമാരനെ സുഖപ്പെടുത്താൻ ഞാൻ മരിയാനെ അനുവദിച്ചാൽ രാജകുമാരൻ സിംഹാസനത്തിൽ കയറും. എന്നാൽ സിംഹാസനത്തിൽ കയറാൻ മരുമകനേക്കാൾ മരിയാനയുടെ അവകാശം ശ്രേഷ്ഠമാണ്. ആശയക്കുഴപ്പത്തിലായ ഗാരബിൻ വീണ്ടും ക്രൂരനായ മാന്ത്രികന്റെ സഹായം തേടാൻ തീരുമാനിച്ചു. അതിനാൽ അയാളുടെ സ്ഥലത്തേക്ക് പോകുന്നു. ജാലവിദ്യക്കാരൻ ഗാരബിനെ ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ആശയം മുന്നോട്ട് വെച്ചു. ഭയപ്പെടരുത്, സിംഹാസനത്തിലേക്കുള്ള അവകാശവാദികളെ ഞാൻ ഒറ്റയടിക്ക് നശിപ്പിക്കും. ഇന്നു രാത്രി ഞാൻ മരിയാനയിൽ ഒരു ഉറക്കം വിതറുകയും ഫ്ലാസ്ക് മോഷ്ടിക്കുകയും രോഗശാന്തി വെള്ളത്തിൽ നിന്നും ശൂന്യമാക്കുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കടുത്ത രോഗത്തിന് കാരണമാകുന്ന ഒരു ദ്രാവകം ഉപയോഗിച്ച് വീണ്ടും നിറയ്ക്കുകയും ചെയ്യും. മാരിയാന ഉണരുന്നതിന് മുമ്പ് ഞാൻ ഫ്ലാസ്കിനെ ഒരു നിഗൂഢമായ മയക്കുമരുന്ന് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കും. മാരിയാന രാജകുമാരനെ സന്ദർശിക്കട്ടെ. നിഗൂഢമായ മയക്കുമരുന്ന് ഉപയോഗിച്ച് അവൾ അവനെ സ്പർശിക്കുമ്പോൾ രാജകുമാരന് കടുത്ത അസുഖം വരും. അങ്ങനെ രാജകുമാരന്റെ അസുഖം എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ മാരിയാനയെ തുറങ്കിലടയ്ക്കും. ഗാരബിൻ ഇപ്പോൾ ഉല്ലാസവാനായിരുന്നു. അന്ന് രാത്രി മാന്ത്രികൻ ഫ്ലാസ്ക് നിറച്ചുവിട്ടു. അവനറിയാതെ മഞ്ഞപ്പക്ഷി തന്റെ പ്രവർത്തികൾ നിരീക്ഷിക്കുകയും രോഗശാന്തിയുടെ യഥാർത്ഥ ജലം എവിടെയാണെന്നറിയുകയും അത് ശ്രദ്ധിക്കാൻ മാന്ത്രികനെ പിന്തുടരുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മാരിയാനെ വീണ്ടും രാജാവിന്റെ മുമ്പിലെത്തിച്ചു. എന്റെ പ്രിയപ്പെട്ട അനന്തരവൻ പ്രിൻസ് ഡിസയർ ഒരു വൈദ്യനും ചികിത്സിക്കാൻ കഴിയാത്ത ഒരു അസുഖം മൂലം ഏതാനും മാസങ്ങളായി രോഗബാധിതനായിരുന്നു. രോഗശാന്തി വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ ഡിയർ, രാജകുമാരനെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതിനാൽ മാരിയാനെ രാജകുമാരന്റെ മുറിയിലേക്ക് ഗാരബിൻ കൊണ്ടുപോയി. ഡിസയർ പഴയ രീതിയിലുള്ള ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവന്റെ മുഖം പനി പിടിച്ച് ഒരു വലിയ സഹതാപം മരിയാനയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ഡിസയറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹം മാരിയാനയുമായി ഭ്രാന്തമായി പ്രണയത്തിലായി. രോഗശാന്തിയുടെ വെള്ളം നെറ്റിയിൽ തൊടാൻ മരിയാന രാജകുമാരന്റെ അടുത്ത് കുനിഞ്ഞപ്പോൾ മഞ്ഞപ്പക്ഷി ഭയങ്കരമായി നിലവിളിച്ചു. അവൾ അങ്ങനെ ചെയ്ത ഉടനെ വിഷം നിറഞ്ഞ വെള്ളം കാരണം രാജകുമാരൻ വിളറിയതായി മാറി. അതോടെ രാജകുമാരന്റെ ബോധവും പോയി. എല്ലാവർക്കും അതിശയമായിരുന്നു. മരിയാനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചെന്ന്. ഫ്ലാസ്ക് താഴെ വീണു. 1000 കഷ്ണങ്ങളായി അത് തകർന്നു. അവളെ പിടിക്കൂ, അവൾ രാജകുമാരനെ കൊന്നു.
പരുക്കൻ കൈകൾ മരിയാനെയും മഞ്ഞപ്പക്ഷിയെയും പിടികൂടി ഇരുവരെയും ജയിലിലേക്ക് വലിച്ചെറിഞ്ഞു. വിചാരണവേളയിൽ രാജകുമാരന് കടുത്ത അസുഖമുണ്ടെന്നും പക്ഷിയെ ഒരു പാചകക്കാരന്റെ കൈകൊണ്ട് കൂട്ടിലാക്കണമെന്നും ഡോക്ടർമാർ പ്രഖ്യാപിച്ചതിനാൽ മരിയാനയെ പ്രവിശ്യയിൽ നിന്നും വലിച്ചെറിഞ്ഞു. വളരെ ക്രൂരമായിരുന്നു. നന്ദി. മറിയാനയെ രക്ഷിച്ച അതേ കർഷക പെൺകുട്ടിയാണ് പാചകക്കാരന്റെ സഹായി. ജനാലയിൽ നിന്നും പറക്കാൻ അനുവദിച്ചുകൊണ്ട് അതിനെ സ്വതന്ത്രമാക്കാൻ തീരുമാനിച്ചു. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മഞ്ഞപ്പക്ഷി പുറത്തേക്ക് പറന്നുപോയി. 1 മണിക്കൂറിന് ശേഷം മരിയാനയെ ചങ്ങല കൊണ്ട് തൂക്കിലാക്കാൻ ചില സൈനികർ ഗാരബിൻ, മാന്ത്രികൻ, ഗാരബിന്റെ ആൾക്കാർ എന്നിവർ ഒരു മലഞ്ചെരുവിലേക്ക് നയിച്ചു. രാജകുമാരൻ സ്വയം ജനാലയിലേക്ക് വലിഞ്ഞിഴഞ്ഞു. നിർത്തുക, നിർത്തുക! എന്നിട്ടയാൾ തറയിൽ ബോധം കെട്ടുവീണു. അതേസമയം മഞ്ഞപ്പക്ഷി ശൂന്യമായിരുന്ന മാന്ത്രികന്റെ അറയിലേക്ക് മടങ്ങിയെത്തി. രോഗശാന്തിയുടെ വെള്ളം അടങ്ങിയ ഫിയൽ കണ്ടെത്തി. അയാളുടെ നഖങ്ങളിൽ പറ്റിപ്പിടിച്ച പക്ഷി ഒരിക്കൽ കൂടി രാജകുമാരന്റെ മുറിയിലേക്ക് പറന്നു. മഞ്ഞപ്പക്ഷി മുകളിൽ നിന്നും ഫിയലിന്റെ ഉള്ളടക്കങ്ങൾ പകർന്നപ്പോൾ ഡിസയർ പതുക്കെ എണീക്കാൻ തുടങ്ങി. അവന് ബോധം വന്നു. രാജകുമാരൻ സിംഹത്തെ പോലെ ശക്തനായി വാളെടുത്ത് മരിയാനയെ രക്ഷിക്കാൻ താഴേക്ക് അവൻ ഓടി. മരിയാനയെ തള്ളിയിടാൻ പോകുന്നതിന് മുമ്പ് രാജകുമാരൻ ഓടി മലഞ്ചെരുവിലേക്കെത്തി. അവളെ മോചിപ്പിക്കൂ, ഇതെന്റെ കൽപ്പനയാണ്. ഗാരബിന്റെ ദേഷ്യത്തിന് അതിരുകളില്ല. അവരെ പിടികൂടുക, ഇവർ രണ്ടുപേരെയും മലമുകളിൽ നിന്നും താഴേക്കിടുക. പക്ഷെ അതിനു മുമ്പ് ഒരു തീജ്വാല വന്നു. കുള്ളൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ക്രൂരമായ ഗാരബിൻ, നീയും ഈ ദുഷ്ടനും വഞ്ചകനുമായ ജാലവിദ്യക്കാര, നിങ്ങളുടെ ശിക്ഷയ്ക്കുള്ള സമയം വന്നിരിക്കുന്നു. ഉടനെ ആകാശം കറുത്തതായി. ഒരു ഇടിമിന്നൽ തകരുന്നു. അവിടെ ഭയങ്കരമായ കാറ്റലർന്നു. 3 ഭീകരമായ ആവേശങ്ങൾ അതിവേഗം ഉദിച്ചു. ആദ്യത്തേത് രാജാവിനെയും മാന്ത്രികനെയും തലക്കീഴയായി വീശുന്നു. രണ്ടാമത്തത് സൈനികരെ കൊണ്ടുപോകുന്നു. മൂന്നാമത്തത് ഒരു ഭയങ്കര ചുഴലിയായി കാട്ടിലെവിടെയോ മാഞ്ഞുമറഞ്ഞു. അപ്പോൾ ആകാശം തെളിഞ്ഞു. സമാധാനം നിലനിന്നു. മരിയാന, എൽസ് ചക്രവർത്തി നിങ്ങളുടെ ചരിത്രം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന് നന്ദി പറയണം. നിങ്ങൾ മരിയാന ഈ രാജ്യത്തിന്റെ ശരിയായ രാജ്ഞിയാണ്. പ്രിയ രാജ്ഞിയെ, ഞാൻ നിങ്ങളുടെ പ്രജകളിൽ ആദ്യത്തെ ആളാണ്. ഇല്ല, നീ ഇപ്പോഴും എന്റെ വീരനായ രാജകുമാരനാണ്. മഞ്ഞപ്പക്ഷി സന്തോഷത്തോടെ ഒരു ചിരി നൽകി. അതിനാൽ ഡിസയറും മാരിയാനയും വിവാഹിതരായി. സന്തോഷത്തോടെ അവർ ജീവിച്ചു.